ഹായ്, വെൽക്കം ടു റോസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്. എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. ഞാൻ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് ആണ് എടുക്കുന്നത്. അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, വെരി ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് രണ്ട് പാർട്ടായിട്ട് തിരിച്ചാൽ അക്കൗണ്ടിങ് പിന്നെ നമ്മുടെ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എന്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ നമ്മൾ അമാൽഗമേഷൻ, പിന്നെ കമ്പനീസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ രണ്ടിനും കൂടി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈക്വലി വെയ്റ്റ്സ് ആണ് വരുന്നത്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനും മറ്റുള്ള മൊഡ്യൂൾ 3 വരുന്ന പാർട്സിനും ഒക്കെ ഏതാണ്ട് ഒരേ ഈക്വലി വെയ്റ്റ്സ് ആണ് വരുന്നത് എക്സാമിന്. അപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായി കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി അത് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം എപ്പോഴും വന്ന ക്വസ്റ്റ്യൻ തന്നെ വന്നോളന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ് നമ്മളുള്ളത്. അപ്പോൾ ആ ഏരിയ നമ്മൾ മാക്സിമം കോൺസെപ്ച്വലി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുത്ത് പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ തുടങ്ങാം. ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു ഫണ്ട് ബോറോ ചെയ്താൽ അതിന് വരുന്ന കോസ്റ്റിനെയാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ബോറോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലോൺ എടുക്കുക, അതുപോലെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ ആവണമെന്നില്ല, അല്ലാതെ നമ്മൾ ലോണായിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ലോൺ എടുക്കുക. ഒരിക്കലും ഇക്വിറ്റി ഷെയറും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറും അല്ല കേട്ടോ പറയുന്നത്. അല്ലാത്ത രീതിയിൽ നമ്മൾ ഫണ്ട്സ് അക്വയർ ചെയ്യുമ്പോൾ അതിനൊക്കെ എന്ത് വരും? ബോറോയിങ് കോസ്റ്റ് വരും. അതായത് നമ്മൾ ആ ബോറോ ചെയ്തതിന് വരുന്ന കോസ്റ്റ്, അതായത് ഇൻട്രസ്റ്റ് ആവാം, അല്ലെങ്കിൽ പ്രോസസ്സിങ് ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ പല പല ചാർജസ് ഉണ്ടാവും. ഒരു ലോൺ എടുക്കണ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചാർജസ്. അപ്പോൾ ഈ ബോറോയിങ് കോസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള പറയുന്ന AS ആണെന്ത് AS16 എന്ന് പറയുന്നത്. അപ്പോൾ ഈ AS16 മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചില ബോറോയിങ് കോസ്റ്റസ് എന്താക്കുക, നമുക്ക് അസറ്റിൻ്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യാം. ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അസറ്റിൻ്റെ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നേരെ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ നമ്മളൊരു ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ എന്താ ചെയ്യാറ്, P&L എക്സ്പെൻസ് ആയിട്ട് എഴുതുകയാണ് ചെയ്യാറ്. അങ്ങനെ P&L എക്സ്പെൻസ് ആയിട്ട് എഴുതാതെ നേരെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്യാപിറ്റലൈസ് ചെയ്ത് ഈ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രിസിയേറ്റ് ചെയ്ത് അങ്ങനെ എക്സ്പെൻസ് ആക്കി എടുക്കാം എന്നുള്ള രീതിയാണ് എന്ത് പറയുന്നത് ബോറോയിങ് കോസ്റ്റിലൂടെ പറയുന്നത്. ഈ ASലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയാണ് നമുക്ക് ക്വാളിഫയിങ് അസറ്റിനെ കണ്ടുപിടിക്കാൻ, അതായത് എങ്ങനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ASലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പം ബോറോയിങ് കോസ്റ്റ് ആർ ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ഇൻകേർഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ഇൻ കണക്ഷൻ വിത്ത് ബോറോയിങ് ഓഫ് ഫണ്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഫണ്ട്സ് ബോറോ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റുകളെയാണ് എന്ത് പറയുന്നത് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ബോറോയിങ് കോസ്റ്റ് ഫോർ എ ക്വാളിഫയിങ് അസറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. അതായത് ക്വാളിഫയിങ് അസറ്റ് ആയിട്ടുള്ള ഒരു അസറ്റിൻ്റെ മുകളിൽ വരുന്ന ബോറോയിങ് കോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം എന്ന് പറയുന്നത്. അതെന്താണ് ഈ ക്വാളിഫയിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ക്വാളിഫയിങ് അസറ്റ്? ക്വാളിഫയിങ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ദാറ്റ് ടേക്ക് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ടു ഗെറ്റ് റെഡി ഫോർ ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ. ഈ ഒരു അസറ്റ് ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കും അത് എന്താവാൻ, റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മളെന്ത് ചെയ്യാണ്, ഇവിടെ നമ്മുടെ ഫാക്ടറിയിൽ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി മേക്ക് ചെയ്യാണ്. അതായത് ഓരോ പാർട്സ് വെച്ചിട്ട് അതിങ്ങനെ മേക്ക് ചെയ്ത് കൊണ്ടുവരണം. അത് അല്ലാതെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്നത് എന്തിൽ പെടില്ല, ക്വാളിഫയിങ് അസറ്റ്സിൽ ഒരിക്കലും പെടില്ല. ഈ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം നോർമലി നമുക്ക് എന്താക്കാം, ഒരു മോർ ദാൻ 1 year ആണെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എന്ന് പറയാം. ചില കേസിൽ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസിൽ ഓൾറെഡി പറയും എന്ത്, ഇത് ഓൾറെഡി ഒരു ക്വാളിഫയിങ് അസറ്റ് ആണെന്ന് പറയാം. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ഇയറിൻ്റെ കണക്ക് നോക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പവർ ജനറേഷൻ ഫെസിലിറ്റീസ്. ഇപ്പോൾ പവർ ജനറേഷൻ ഫെസിലിറ്റീസിനൊക്കെ ഉള്ള മെഷീനറീസൊക്കെ എന്താണ്, നമ്മൾ മാനുഫാക്ചർ ചെയ്ത്
ഇപ്പം അവിടെ അങ്ങനെ ഓരോ സെറ്റപ്പാക്കി കൊണ്ടുവരികയല്ലേ ചെയ്യുക. പിന്നെ അതുപോലെ ബിൽഡിങ്, പിന്നെ മാനുഫാക്ചർ പ്ലാന്റ് ഓർ ബിൽഡിംഗ് ഒക്കെ എന്താണ് നമ്മളിങ്ങനെ ഓവർ പീരീഡ് ഓഫ് ടൈം കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പം അങ്ങനത്തെ ഐറ്റത്തിനാണ് എന്ത് പറയുന്നത്, ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വാളിഫയിങ് അസറ്റ് ആയിട്ടുള്ള അസറ്റിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റിനെ, അതായത് ബോറോയിങ് കോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. അസറ്റിൻ്റെ വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വാളിഫയിങ് അസറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, ഞാനൊന്ന് റിവൈസ് ചെയ്യാണ്. നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമുക്ക് കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ആർ ഇൻവെൻട്രീസ് ക്വാളിഫയിങ് അസറ്റ്? ഇൻവെൻട്രീസ് ക്വാളിഫയിങ് അസറ്റ് ആണോ? യെസ്, ഇഫ് ഇറ്റ് ടേക്സ് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ടു ഗെറ്റ് റെഡി ഫോർ യൂസ് ഓർ സെയിൽ, അതെന്തായി മാറും, ക്വാളിഫയിങ് അസറ്റായി മാറും. അതായത് ഇപ്പം എല്ലാ ഇൻവെൻട്രീസും എന്താവണമെന്നില്ല, ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ റെഡിയാക്കുന്ന ഇൻവെൻട്രീസ് ആയിക്കൊള്ളുന്നില്ല. ഇപ്പം എക്സാമ്പിളായിട്ട് വൈനൊക്കെ പറയുകയാണെങ്കിൽ വൈൻ എത്ര ഒരു 1-2-3 വർഷമൊക്കെ അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാലാണ് എന്താവുക, അതൊരു ഇൻവെൻട്രി ആയിട്ട്, അതായത് നമുക്കൊരു സെയിലിന് വേണ്ടിയിട്ടുള്ള ഐറ്റമായിട്ട് മാറുക. ഇപ്പോൾ വൈനൊക്കെ അത്രയും ടൈം എടുക്കുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അതൊരു ക്വാളിഫയിങ് അസറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പം ഒരു ലോണൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ വൈന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, വൈന് വേണ്ടി പ്രൊഡക്ഷൻ നടത്തിയെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് മീൻസ് അതായത് ഈ വൈനിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ, അതായത് വൈന് പർച്ചേസ് ചെയ്ത കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ബോറോയിങ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് ജസ്റ്റ് പറയുന്നത്. മുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഡയറക്ട്ലി റിലേറ്റഡ് ടു അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ക്വാളിഫയിങ് അസറ്റിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇതെടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ എന്താണ്, ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്താൽ അത് ക്വാളിഫയിങ് അസറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന അസറ്റ്സിനാണ് എന്ത് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ്സ് ദാറ്റ് ടേക്ക് എ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ടു ഗെറ്റ് റെഡി ഫോർ ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ, അങ്ങനത്തെ ഒരു അസറ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, അത് ക്യാപിറ്റലൈസ് ചെയ്യണം. അതുപോലെ തന്നെ നോൺ ക്വാളിഫയിങ് അസറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് ചാർജ് ടു P&L, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക്, അതായത് നമ്മൾ സാധാ ഇൻട്രസ്റ്റ് ചെയ്യും പോലെ തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതായത് കമൻസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. എപ്പോഴാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത് തുടങ്ങേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത്. എപ്പോഴാണ് ക്യാപിറ്റലൈസ് ചെയ്ത് തുടങ്ങേണ്ടത്? എക്സ്പെൻഡിച്ചർ ഈസ് ബീയിങ് ഇൻകേർഡ്, അതായത് എക്സ്പെൻസ് എന്താവണം, ഇൻകർ ചെയ്യണം. ബോറോയിങ് കോസ്റ്റ് ആർ ബീയിങ് ഇൻകേർഡ്, അതായത് ബോറോയിങ് കോസ്റ്റ് നമ്മൾ ഫണ്ട് ബോറോ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എന്ത് വരണം, ഇൻട്രസ്റ്റ് വരണം, എന്നാലേ വരാൻ പറ്റുള്ളൂ. ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ നെസസറി ടു പ്രിപ്പയർ ദ അസറ്റ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ ആർ ഇൻ പ്രോഗ്രസ്. അതായത് നമ്മളിപ്പോൾ ഒരു അസറ്റ് പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് പ്രിപ്പയർ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഫണ്ട് ജസ്റ്റ് വാങ്ങിയിട്ട് അങ്ങനെ ഫണ്ട് അവിടെ വെച്ച് നിന്നിട്ട് കാര്യമില്ല, നമ്മൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമ്മൾ എക്സാമ്പിളായിട്ട് നോക്കാം. കമൻസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഒരു എക്സാമ്പിൾ നോക്കാം. 1/4/2021 എന്ത് ചെയ്തു, എക്സ്പെൻസ് ഇൻകർ ചെയ്തു. 1/5/2021 എന്ത് ചെയ്തു, ബോറോയിങ് കോസ്റ്റ് ഇൻകർ ചെയ്തു, അതായത് നമ്മൾ ലോൺ എടുത്തു. ഓക്കെ, 1/10/2021 എന്ത് ചെയ്തു, രജിസ്ട്രേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, അതായത് നമ്മൾ ജസ്റ്റ് രജിസ്ട്രേഷനായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 1/11/2021 ഫിസിക്കലായിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു.
അപ്പം ഇത് ഏത് ഡേറ്റ് മുതലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മുകളിൽ പറഞ്ഞ, അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതാണ്. അതായത് എക്സ്പെൻഡിച്ചർ ഈസ് ബീയിങ് ഇൻകേർഡ്, ബോറോയിങ് കോസ്റ്റ് ആർ ബീയിങ് ഇൻകേർഡ്, ആക്ടിവിറ്റീസ് നെസസറി ടു പ്രിപ്പയർ അസറ്റ് ഇൻറ്റൻഡഡ് ഫോർ സെയിൽ ഇൻ പ്രോഗ്രസ്. ഇത് 3 കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് മുതലുള്ള ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് കേസ്, 1/10 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ രജിസ്ട്രേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇത് ജസ്റ്റ് നിങ്ങൾ ഫിസിക്കലായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, രജിസ്ട്രേഷൻ വർക്കോ അങ്ങനെ എന്തെങ്കിലും വർക്കായിട്ട്, അതായത് നമ്മൾ തുടങ്ങുന്നതിനുള്ള ഒരു വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലാതെ ഫിസിക്കലായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കമ്പൾസറി അല്ല. ഓക്കെ, ഇനി അടുത്ത എന്താണ്, അടുത്ത സസ്പെൻഷനാണ്. സസ്പെൻഷൻ എപ്പോഴാണ് കമ്പൻസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ, ഇനി സസ്പെൻഡ് ചെയ്യേണ്ടത്. അതായത് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ എന്തിനാണ് ഒരാൾ സസ്പെൻഡ് ചെയ്യുക, കച്ചറ കളിച്ചാലല്ലേ സസ്പെൻഡ് ചെയ്യുക. അപ്പോൾ കച്ചറ കളിച്ച് സസ്പെൻഡ് ചെയ്താൽ അങ്ങ് ഡിസ്മിസ് ആവില്ലല്ലോ. സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ വാർണിംഗ് കൊടുക്കുന്ന പോലെയാണ് ഇത് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യും, ക്യാപിറ്റലൈസേഷൻ നമ്മൾ നിർത്തി വെക്കും. അതെന്താണ് കാരണം എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, വെൻ ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ്ററപ്റ്റഡ് ക്യാപിറ്റലൈസേഷൻ ഈസ് സസ്പെൻഡഡ്. അതായത് നമ്മൾ ആക്റ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇൻ്ററപ്റ്റ് ചെയ്താൽ ക്യാപിറ്റലൈസേഷൻ എന്ത് ചെയ്യണം, സസ്പെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് എ ടെമ്പററി ഡിലേ, നോ സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. അതായത് ടെമ്പററി ആയിട്ടുള്ള ഡിലേ ആണെങ്കിൽ, അതായത് നോർമലി സംഭവിക്കുന്ന ഡിലേ, ഇപ്പോൾ നമ്മളൊരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അതിന് നമ്മൾ ഇപ്പോൾ ബ്രിഡ്ജ് ഒന്ന് പിന്നെ ഫുള്ള് ഓരോ ഫില്ലേഴ്സ് നമ്മൾ ഫില്ല് ചെയ്യും. അങ്ങനെ ഫില്ലേഴ്സ് റെഡി ആയി കഴിഞ്ഞാൽ അത് ഉറയ്ക്കാൻ കുറച്ച് ടൈം വേണം. അപ്പോൾ 1 മാസമൊക്കെ ചിലപ്പോൾ അത് ഉറയ്ക്കാൻ ടൈം എടുക്കും. അപ്പോൾ ആ ടൈം എന്ത് ചെയ്യും, നമ്മൾ കൺസ്ട്രക്ഷൻ നിർത്തി വെക്കും. ഒരു മന്ത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതായത് ക്യാപിറ്റലൈസേഷൻ അത്രയും പീരീഡിലേക്ക് ക്യാപിറ്റലൈസ് ചെയ്യരുത് എന്നുള്ള രീതി ആവരുത്. ആ ടൈമിൽ എന്ത് ചെയ്യണം, ആ ടൈമിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. അതെന്താണ്, ഒരു ടെമ്പററി ഡിലേ ആണ്. അതായത് നോർമലി വരുന്ന, അതായത് ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്ന കേസിൽ നോർമലി ഉണ്ടാകുന്നൊരു ഡിലേ ആണ് എന്ത്, നമ്മൾ ഈ പിന്നെ ഈ ഫില്ലേഴ്സ് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡിലേസിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരിക്കലും സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് സസ്പെൻഡ് ചെയ്യേണ്ടി വരിക, ഇപ്പോൾ നമ്മൾ സ്ട്രൈക്ക് നടന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തോളം അല്ല, ഒരു 1-2 മാസത്തേക്ക് സ്ട്രൈക്കാണ്, എംപ്ലോയീസിൻ്റെ സ്ട്രൈക്ക് നടന്നിട്ട് ഫുള്ളി എംപ്ലോയീസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, വർക്ക് ഡിലേ ആയിപ്പോയി. അതെന്തുകൊണ്ടല്ല, അത് നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സംഭവിക്കുന്നതാണ്, എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വെൻ ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻട്രപ്റ്റ്, അങ്ങനെ ഇൻട്രപ്റ്റ് ആകുന്ന കേസിലാണ് എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റലൈസേഷൻ സസ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ അതെങ്ങനെയാണ്, കൺസ്ട്രക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 1/4/2024 സ്റ്റാർട്ട് ചെയ്തു. അപ്പം തന്നെ സ്ട്രൈക്ക് വന്നു. അപ്പം 1/8/2024 മുതൽ 1/9/2024 വരെ വന്നു. സോ ദിസ് മന്ത് ഇൻട്രസ്റ്റ് ഷുഡ് നോട്ട് ബി ക്യാപിറ്റലൈസ്ഡ്. അതായത് ആ പിന്നെ വർക്ക് ഡിലേ വന്ന ആ മന്തിൽ എന്താക്കരുത്, നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത്, അതായത് ഈ ബ്രിഡ്ജിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യരുത്. അത് നമ്മൾ എന്ത് ചെയ്യണം, P&Lലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എഴുതി തള്ളണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ക്യാപിറ്റലൈസ് ചെയ്യാത്ത ഇൻട്രസ്റ്റ് എന്താ ചെയ്യുക, അത് നേരെ P&Lലേക്ക് പോകും. ഓക്കെ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് P&Lലേക്ക് പോകും. ഇനി നെക്സ്റ്റ് എന്താണ്, സെസേഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പം നിങ്ങൾ ആദ്യം കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സെസേഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റലൈസേഷൻ സീസ് ചെയ്യുന്ന, അതായത് നിർത്തിവെക്കുന്ന കേസ്. എപ്പോഴാണ് നിർത്തിവെക്കേണ്ടത്, when substantially all activities necessary to prepare the qualifying asset for its intended use or sale are complete. അതായത് നമ്മളിപ്പോൾ ഒരു ക്വാളിഫയിങ് അസറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ നെസസറി ആയിട്ടുള്ള
ആക്ടിവിറ്റീസും, അതായത് അതിൻ്റെ വർക്കുകൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയാൽ മതി. ഫുള്ളി കംപ്ലീറ്റ് ആണെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിലിപ്പോൾ ചെറിയ ടച്ചപ്പ് പണീസ്, അതായത് ചെറിയ പെയിൻറ്റിങ് വർക്ക്സ്, ചെറിയ ടച്ചപ്പ് വർക്കുകൾ ഉണ്ടാവും ലാസ്റ്റിൽ. അങ്ങനത്തെ വർക്കൊന്നും കംപ്ലീറ്റ് ആയില്ലെങ്കിലും മേജറായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാം. അല്ലാതെ നമ്മൾ റെഡി ടു യൂസ് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യുന്നത് സീസ് ചെയ്യണം. അതായത് ക്യാപിറ്റലൈസേഷൻ നിർത്തി വെക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് P&Lലേക്ക് ആ ഇൻട്രസ്റ്റിനെ ഒഴിവാക്കണം. ഓക്കെ, ആണല്ലോ. ഇനി എന്ന് പറയുന്നത്, ഇനി ഒന്ന് ജസ്റ്റ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ബോറോയിങ് കോസ്റ്റ് ആണുള്ളത് ഒന്ന് നോക്കാം. വേരിയസ് ടൈപ്സ് ഓഫ് ബോറോയിങ് കോസ്റ്റ്. ടൈപ്സ് ഓഫ് ബോറോയിങ് കോസ്റ്റസ് ഏതാണ്? ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓർ ബോറോയിങ്, ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ ബോറോയിങ്, അതായത് ബോറോയിങ്ങിന് വരുന്ന ഇൻട്രസ്റ്റ്. അമോർട്ടൈസേഷൻ ഓഫ് പ്രീമിയം ഓർ ഡിസ്കൗണ്ട് ഓൺ ബോറോയിങ്, അതായത് ഇപ്പോൾ നമ്മൾ ഡിബഞ്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ചില 0 കൂപ്പൺ ബോണ്ട് അങ്ങനത്തെ ബോണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കേസിൽ കോസ്റ്റ് ആയിട്ട് വരുന്നത് ആ ഡിസ്കൗണ്ട് ആയിരിക്കും. 0 കൂപ്പൺ ബോണ്ടിനൊക്കെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും FM-ലൊക്കെ. അപ്പോൾ ആ 0 കൂപ്പൺ ബോണ്ട് അങ്ങനത്തെ കേസിലൊക്കെയാണ് എന്ത് വരുന്നത്, ഈ ഡിസ്കൗണ്ട് ഓഫ് ബോറോയിങ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അങ്ങനത്തെ കേസ്, അതിലൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ അമോർട്ടൈസേഷൻ ഓഫ് പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ബോറോയിങ്ങിൽ വരുന്ന ഡിസ്കൗണ്ട്. ആക്സിലറി കോസ്റ്റ് റിലേറ്റഡ് ടു ബോറോയിങ്, അതായത് ബോറോയിങ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കോസ്റ്റുകൾ, അതായത് ലോണിൻ്റെ ഫീസ്, പ്രോസസ്സിങ് ഫീസ്, അങ്ങനത്തെ ചാർജസ് ഒക്കെ എന്ത് വരും, ഈ ബോറോയിങ് കോസ്റ്റിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ ഫിനാൻസ് ചാർജസ് ഓൺ അസറ്റ് അക്വയർഡ് ഓൺ ഫിനാൻസ് ലീസ്. ഇത് നമുക്ക് AS-19 എന്ന് പറഞ്ഞിട്ടൊരു AS പഠിക്കാനുണ്ട്. ഫിനാൻസ് ലീസിനെ പറ്റിയിട്ടുള്ളൊരു AS ആണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കും ഈ ഫിനാൻസ് ചാർജസ് ഓൺ ലീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ അതിൽ പഠിക്കും. അപ്പം അങ്ങനത്തെ ഫിനാൻസ് ചാർജസ് ഓൺ ലീസ് എന്താണ്, ഫിനാൻസ് ചാർജസ് ഓൺ ലീസും ഈ ബോറോയിങ് കോസ്റ്റിൽ പെടും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ലോസ് ഓൺ ഫോറിൻ ലോൺ, അതായത് നമ്മൾ ഫോറിൻ ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന എക്സ്ചേഞ്ച് ലോസസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനത്തെ ഈ കോസ്റ്റുകളൊക്കെ എന്തിൽ വരും, ബോറോയിങ് കോസ്റ്റിൽ വരും. ഓക്കെ, ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ബോറോയിങ്സ്. എന്തെല്ലാം ടൈപ്പ് ഓഫ് ബോറോയിങ് ആണുള്ളത് എന്നാണ്. ഇത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇതുവരെ ചെയ്തതിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഈ കോൺസെപ്റ്റ് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇല്ലസ്ട്രേഷൻ നമ്പർ 1. ICAയിലെ ഇല്ലസ്ട്രേഷൻ നമ്പർ 1 ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ കോൺസെപ്റ്റ് ഏതാണ്ട് ഏറെക്കുറെ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ബോറോയിങ് കോസ്റ്റ്, എന്തിനാണ് നമ്മളിത് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അധികം ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ റിവിഷനിൽ നമുക്ക് ഇത്രേ പറ്റും. അല്ലാതെ കുറേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ ടൈം എടുത്ത് കുറച്ച് നിങ്ങളെ ടൈം വേസ്റ്റ് ആയി പോകില്ലേ. അപ്പോൾ നമ്മൾ മിനിമം ടൈമിൽ മാക്സിമം റിട്ടേൺ എന്നാണ് നമ്മളെ എയിം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇല്ലസ്ട്രേഷൻ നമ്പർ 1 ക്വസ്റ്റ്യൻ നോക്കാം. PMR Limited obtained a loan from a bank for 120 lakhs on 30th April 2021. 30th April എന്ത് ചെയ്തു, ഒരു 120 ലാഖിൻ്റെ ലോണ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് വാസ് യൂട്ടിലൈസ്ഡ് ആസ് ഫോളോസ്. അത് താഴെ പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്തതെന്ന് പറയുന്നത്.
കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് കൺസ്ട്രക്ട് ചെയ്യാൻ 50 ലാക്ക്, പർച്ചേസ് ഓഫ് മിഷനറി 40 ലാക്ക്, വർക്കിംഗ് ക്യാപിറ്റൽ 20 ലാക്ക്, അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് ട്രക്ക്. Construction of shed was completed in March 2022. The machinery was installed on the date of acquisition. Delivery of truck was not received. Total interest charged by the bank for the year ending 31st March 2022 was 18 lakh. Show the treatment of interest. Interest എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ എന്താണ് പറയുന്നത്, അതായത് ഇൻട്രസ്റ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ PNലേക്ക് എടുക്കണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ക്യാപിറ്റലൈസ് ചെയ്യണത് എന്താണ്, നമ്മൾ ക്വാളിഫയിങ് അസറ്റ് ആണോ അല്ലേന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് ഉണ്ട്. ഷെഡ് എന്താണ്, ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കുന്ന കാര്യമാണല്ലോ ഷെഡ്. അതായത് ഷെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽഡിംഗ് പോലെ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് വാസ് കംപ്ലീറ്റഡ് ഇൻ മാർച്ച് 2022. ഇത് മാർച്ച് 2022 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, ഷെഡ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ്, ഇതൊരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ്, അതായത് 1 ഇയറിൻ്റെ ഒക്കെ എടുത്ത് വരുന്നതാണ്. സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ഇയറിൽ കൂടുതൽ തന്നെ ആവണമെന്നില്ല. ഇപ്പം ഒരു 6 months അബോവ്, അല്ലെങ്കിൽ ചില കേസിൽ ICAൻ്റെ ക്വസ്റ്റ്യൻ പ്രകാരം ചില കേസിൽ 6 months അബോവ് ഉള്ളത് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ 1 year അബോവ് ഉള്ളത് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 6 months 9 months 1 ഇയറിൻ്റെ അടുത്ത് ഉള്ളതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. പിന്നെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഷെഡ് അതുപോലെ തന്നെ ക്വാളിഫയിങ് ആണോ എന്നൊന്ന് നമ്മളൊന്ന് നോക്കിയാൽ തന്നെ ഏതാണ്ട് മനസ്സിലാവും ക്വാളിഫയിങ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് വാസ് കംപ്ലീറ്റഡ് ഇൻ മാർച്ച് 2022. മാർച്ച് 2022 ആണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് എടുക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 18 lakhs ആണ് ടോട്ടലി വന്നിട്ടുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് നമുക്ക് ഫുൾ ഇൻട്രസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഷെഡ് മാത്രമാണ് ഇവിടെ ക്വാളിഫയിങ് അസറ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്ത് അസറ്റാണ്? പർച്ചേസ് ഓഫ് മെഷീനറി നമ്മൾ എന്ത് ചെയ്തു, അപ്പം തന്നെ പർച്ചേസ് ചെയ്തു, അപ്പം തന്നെ പൊട്ടിട്ട് യൂസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്വാളിഫയിങ് അസറ്റ് അല്ലല്ലോ. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഒരിക്കലും ഒരു ക്വാളിഫയിങ് അസറ്റ് അല്ല. അത് നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്ന അസറ്റ്സിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് ട്രക്ക് പർച്ചേസ് ചെയ്യുന്നത് ഒരു ക്വാളിഫയിങ് അസറ്റ് ആണോ? അല്ലല്ലോ. അപ്പോൾ ഇതിലാകെ ക്വാളിഫയിങ് അസറ്റ് ആയിട്ടുള്ളത് കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് മാത്രമാണ്. അപ്പോൾ ഈ ഷെഡിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. അപ്പോൾ ഈ ടോട്ടൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18 lakhs ആണ്. ഈ 18 lakhs ഇൻട്രസ്റ്റിൽ എത്രയാണ് ഷെഡിൻ്റെ മുകളിൽ വരുന്നത്? ഷെഡിൻ്റെ മുകളിൽ വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, 18 lakhs ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടലായിട്ട് എത്രയാണ് ലോൺ എടുത്തത്? 120 lakh ആണ്. 120 lakh ആണ് നമ്മൾ ലോൺ എടുത്തത്. 120 lakh ഇൻറ്റു 50 lakh. 50 lakh ആണെന്ത്, നമ്മളെ ഷെഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 50 lakh ആണ്. 50 lakh നമ്മൾ യൂസ് ചെയ്താൽ 80 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 50 lakh എന്ന് പറയുമ്പോൾ എമൗണ്ട് എത്ര വരും? 7.5 lakh വരും. അതായത് 7.5 lakh നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യാം, നമ്മൾ 7.5 lakh നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക. ബാക്കിയുള്ള എമൗണ്ട് 10.5 lakh നമ്മൾ എന്ത് ചെയ്യാം, PNലേക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. അപ്പം ക്വാളിഫയിങ് അസറ്റ് ആസ് പെർ AS 16 50 lakh കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ്. ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് 18 lakh ഇൻറ്റു 50/120 7.5 lakh എന്ന് വരും. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യാം, PNലേക്ക് എക്സ്പെൻസ് ആയിട്ടും കാണിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സാമിന് എഴുതുമ്പം ഇങ്ങനെ ജസ്റ്റ് ഇത് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്രൊവിഷനും എഴുതണം. അതായത് ആസ് പെർ AS 16 ബോറോയിങ് കോസ്റ്റ് ഇപ്പം നമ്മൾ ASൽ എക്സാമിന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പ്രൊവിഷൻ പോലെ
അതായത് ഓരോ എസിലും ഓരോ ട്രീറ്റ്മെൻറ്റിനും ഒരു പാരഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ ആ പാരഗ്രാഫ് അല്ലെങ്കിൽ നമ്മളൊരു വേർഡിങ്സ് ഉണ്ട്, ആ വേർഡിങ്സ് നമ്മൾ എഴുതിയാലേ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ കമ്പ്യൂട്ടേഷനുള്ള ജസ്റ്റ് കണ്ടുപിടിച്ചതിനുള്ള ചെറിയ മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഫുള്ളായിട്ട് മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ടുള്ള അതായത് ആ പ്രൊവിഷനും കൂടി എഴുതി വെക്കണം. ഇപ്പോൾ ഈ കേസിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ആസ് പെർ AS16 ബോറോയിങ് കോസ്റ്റ് ഫോർ എ ക്വാളിഫയിങ് അസറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്, ഇത് എഴുതുക. അതുപോലെ തന്നെ ക്വാളിഫയിങ് അസറ്റ് ദാറ്റ് ടേക്സ് എ സബ്സ്റ്റാൻഷ്യൽ പീരിയഡ് ഓഫ് ടൈം ടു ഗെറ്റ് റെഡി ഫോർ ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ ഈസ് ക്വാളിഫയിങ് അസറ്റ്. ഇത് രണ്ടും എഴുതുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, എന്നിട്ട് വേണം നിങ്ങൾ പറയാൻ ക്വാളിഫയിങ് അസറ്റ് ആസ് പെർ AS16 ഈസ് ഈക്വൽ ടു 50 lakhs ഷെഡ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ എക്സാമിന് ഈ റൈറ്റിങ്ങിലൂടെയാണ് ഇത്. അപ്പോൾ റൈറ്റിംഗ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താണ് ഇതിൻ്റെ വെച്ചാൽ ആസ് പെർ AS16 borrowing cost for a qualifying asset should be borrowing cost for a qualifying. എൻ്റെ എയ്ത്ത് കുറച്ച് മോശമാണ്, അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. Qualifying asset should be capitalized. Assets that takes substantial period of time to get ready for its intended use or sale is called qualifying assets. ഇങ്ങനെ ആദ്യം തന്നെ നിങ്ങൾ പ്രൊവിഷൻ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ ഈ ഐസിൻ്റെ മൊഡ്യൂളിൽ ഓൾറെഡി കൊടുത്ത പോലെ തന്നെ ക്വാളിഫയിങ് അസറ്റ് ആസ് പെർ AS16 എന്ന് പറഞ്ഞിട്ട് 50 lakh കൊടുക്കുക. എന്നിട്ട് ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കമ്പ്യൂട്ടേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എത്രയാണോ P&L കൊടുക്കേണ്ടത് അതും കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ എഴുതാൻ മറന്നു പോകരുത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഏത് AS ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം പ്രൊവിഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും. ചില ഫുള്ളി പ്രാക്ടിക്കലി ആയിട്ടുള്ളതിൽ കൊടുക്കേണ്ട ആവശ്യം വരില്ല. എന്നാലും ചെറിയ ക്വസ്റ്റ്യൻസിൽ ഇപ്പം ഇതിപ്പോൾ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് ഈ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഇത് എക്സാമിന് നമുക്ക് വരിക 5 മാർക്സിനൊക്കെ ആയിരിക്കും. 5 മാർക്സിന് വരുമ്പോൾ വെറും ഈ ഈ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ മാത്രം നമുക്കൊരു 5 മാർക്സ് കിട്ടൂല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഈ പ്രൊവിഷനും കൂടി ചെയ്താലാണ് നമുക്ക് ആ 5 മാർക്സ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഫ് ബോറോയിങ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2 ടൈപ്പ് ഓഫ് ബോറോയിങ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം പുതിയ മെഷീനറി ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും, മാനുഫാക്ചറിങ് ചെയ്യും. അപ്പോൾ അതിൽ 2 ടൈപ്സ് ഓഫ് ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പെസിഫിക് ബോറോയിങ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ബോറോയിങ് ഉണ്ട്. അതായത് സ്പെസിഫിക് ബോറോയിങ് എന്ന് പറയുമ്പം സ്പെസിഫിക് ആയിട്ട് അത് നമ്മൾ ആ മെഷീനറിക്ക് വേണ്ടി മാത്രം എടുത്ത ബോറോയിങ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ബോറോയിങ് എന്ന് പറയുന്നത്. അത് അതിൽ തന്നെ ഉണ്ട്. സ്പെസിഫിക്കലി ടേക്കൺ ഫോർ ക്വാളിഫയിങ് അസറ്റ് വാട്ട് എമൗണ്ട് ടു ബി ക്യാപിറ്റലൈസ്ഡ്. അതായത് ഇങ്ങനെ സ്പെസിഫിക്കലി അതിന് വേണ്ടി എടുത്തതാണെങ്കിൽ ഏത് എമൗണ്ടാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്? ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ്
ലെസ് ഇൻകം ഓൺ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഐഡിയൽ ഫണ്ട്സ്. അതാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ആക്ച്വലായിട്ട് എത്രയാണോ ബോറോയിങ് കോസ്റ്റ് വരുന്നത്, ഇപ്പം നമ്മളൊരു 10 crore എടുത്തു. ഈ 10 crore എടുത്തതിൽ ഒരു 1 crore നമുക്ക് ബോറോയിങ് കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബോറോയിങ് കോസ്റ്റ് വരുന്നതിൽ ഇപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ഓൾറെഡി മെഷീനറിക്ക് യൂസ് ആവുന്നത് ഒരു 8 crore നമ്മളിപ്പോൾ മെഷീനറിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു 2 crore നമുക്ക് എന്തുണ്ട് ബാലൻസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഈ ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, FD ഇടുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ഈ ബാലൻസ് എമൗണ്ട് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. അതായത് അതിൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ 10 crore ഒറ്റയടിക്ക് കൊടുത്തിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ ഓരോ ഘട്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് കൊടുത്ത് ഓരോ പണിയെടുപ്പിച്ചല്ലേ നമ്മളൊരു മെഷീനറി ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരല്ലേ ചെയ്യുക. അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ ഐഡിയൽ ആയിട്ടുള്ള കുറച്ച് എമൗണ്ട് ഒരു ലാസ്റ്റിലേക്ക് കൊടുക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ വെറുതെ കിടക്കുകയാണെങ്കിൽ അത് നമ്മൾ കൊണ്ടുപോയി FD ഇട്ടിട്ട് അതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ഇൻട്രസ്റ്റും കൂടി എക്സ്ട്രാ കിട്ടിയല്ലോ. അപ്പോൾ അതെന്താണ്, അതൊരു കണക്കിന് നമ്മൾ ആ ഫണ്ടുള്ളതിനെ കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഏണിംഗ് ആണ്. ആ ഏണിങ്സ് എന്ത് ചെയ്യും, ഈ കോസ്റ്റ് നിന്ന് നമ്മൾ ലെസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ അത്. അപ്പം ഇതിനിപ്പോൾ ഒരു FDക്ക് ഒരു 25 lakhs കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പം ഇതിന് ബോറോയിങ് കോസ്റ്റ് വരുന്നത് 1 crore ആണ്. 1 crore എന്ന് പറഞ്ഞാൽ 100 lakh ആണ്. 100 lakhs നിന്ന് 25 lakh കുറച്ചാൽ നെറ്റായിട്ട് വരുന്ന ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 85 lakh ആണ്. ഇപ്പോൾ 85 lakhൻ്റെ മുകളിലായിരിക്കും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ജനറൽ ബോറോയിങ് എന്താണ്? ഓൾ ബോറോയിങ്സ് ദാറ്റ് ആർ നോട്ട് സ്പെസിഫിക് ആർ ജനറൽ. അതായത് ജനറലായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള ഇപ്പം ബാങ്കോടി അങ്ങനത്തെ ഓവർ ഡ്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അതെന്താണ്, നമ്മൾ ഓൾറെഡി വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ബോറോയിങ്സ് ഒക്കെയാണ് ജനറൽ ബോറോയിങ്സ് എന്ന് പറയുന്നത്. ജനറൽ ബോറോയിങ്സ് ഞാൻ എന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ. ജനറൽ ബോറോയിങ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ഈ ജനറൽ ബോറോയിങ്സും സ്പെസിഫിക് ബോറോയിങ്സും തന്നിട്ട് അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യനൊക്കെ വരിക. അപ്പോൾ ആ കേസിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറൽ ബോറോയിങ് എന്താണ്? ജനറൽ ബോറോയിങ് ഇൻ ദിസ് കേസ് ക്വാളിഫയിങ് അസറ്റ് ഈസ് ഫണ്ടഡ് ഫ്രം എ പൂൾ ഓഫ് ജനറൽ ബോറോയിങ്സ്. അതായത് ജനറൽ ബോറോയിങ്സ് കുറേ ജനറൽ ആയിട്ടുള്ള ബോറോയിങ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ക്വാളിഫയിങ് അസറ്റ് ഫണ്ട് ചെയ്യുന്നത്. ബോറോയിങ് കോസ്റ്റ് എലിജിബിൾ ഫോർ ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കാൽക്കുലേറ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ വെയ്റ്റഡ് ആവറേജ് ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതായത് നമ്മളെ ഏണിങ്സിന് ടോട്ടലായിട്ട്, അതായത് നമ്മൾ ടോട്ടൽ ബോറോയിങ്സ് എത്രയാണെന്ന് നോക്കുക. ആ ടോട്ടൽ ബോറോയിങ്സിന് എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ടെന്ന് നോക്കുക. അതായത് അതെത്രയാണ് അതിൻ്റെ റേറ്റ് നോക്കുക. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം തന്നെ. അതായത് ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ബോറോയിങ്സ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 4-5 ലോണുണ്ട്. 4-5 ലോണ് ആയിട്ട് എത്ര വരുന്നുണ്ട്, ഒരു 10 lakhൻ്റെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, 100 lakhsൻ്റെ ഒന്നുണ്ട്, അതുപോലെ തന്നെ 20 lakhsൻ്റെ ഒന്നുണ്ട്. അതിൻ്റെയൊക്കെ എത്രയെന്ന് വരുന്നത് വെച്ചാൽ ഫസ്റ്റത്തേന് 100 lakhs ആണ് നമ്മളെ ഫണ്ടിൽ നിന്ന്, രണ്ടാമത്തേന് ഒരു 1,200 lakh ആണ്, മൂന്നാമത്തേനൊരു 230 lakh ആണ്. അപ്പം എന്ന് പറയുന്നത് ടോട്ടലായിട്ട് നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് എടുക്കുക. അതായത് ജനറലായിട്ട് വരുന്ന ബോറോയിങ്സിന്, ഇപ്പോൾ ഇതൊക്കെ ജനറലായിട്ട് വരുന്ന ലോൺസ് ആണ്. ജനറലായിട്ട് നമ്മൾ എടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ പറ്റില്ല, അല്ലാതെ നമ്മൾ OD-ആയിട്ടും അങ്ങനെയൊക്കെ എടുക്കുന്ന ലോൺസിൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ ഡിവൈഡ് ബൈ ടോട്ടൽ ബോറോയിങ്സ്, ബോറോയിങ് എത്ര ഉണ്ടെന്ന് നോക്കുക.
അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് 200 1530 ലാക്ക് 130 ലാക്ക് ഡിവൈഡ് ബൈ 1530 ലാക്ക്. അപ്പോൾ ഒരു റേറ്റ് കിട്ടും നമുക്ക്. അപ്പോൾ ഈ റേറ്റിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ്, അതായത് എക്സ്പെൻഡിച്ചർ എമൗണ്ട് ഇൻറ്റു ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് മന്ത് ദാറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ് എത്രയാണെന്ന് വെച്ചാൽ, അതായത് എക്സ്പെൻഡിച്ചർ എമൗണ്ട് എത്രയാണെന്ന് നോക്കുക, അത് ഇൻറ്റു ക്യാപിറ്റലൈസേഷൻ റേറ്റ്, നമ്മൾ ഓൾറെഡി കണ്ടുവച്ച ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് മന്ത് ദാറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. എത്ര മന്താണോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് അത്ര മന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. എക്സാമ്പിൾ 1, ജനറൽ ബോറോയിങ്. 2 ജനറൽ ബോറോയിങ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് 1/4/2021 ഉള്ളതാണ്. ICICI ബാങ്കിൽ നിന്ന് ഒരു 12% ലോൺ എടുത്തിട്ടുണ്ട്, അത് 100 crore ഉണ്ട്. അതുപോലെ തന്നെ HDFC ബാങ്കിൽ നിന്ന് 14% 75 crore ഉണ്ട്. അപ്പം അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ കയ്യിൽ ജനറൽ ആയിട്ടുള്ള ബോറോയിങ്സിൻ്റെ ഫുള്ള് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കുക. ഇപ്പോൾ ഫസ്റ്റത്തെ കേസിൽ എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്? 100 crore × 12% എന്ന് പറഞ്ഞാൽ 12 crore ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് 75 crore × 14%, അത്ര ഇൻട്രസ്റ്റ് അതിനും വരും. എന്നിട്ട് ഇത് രണ്ടും കൂടി, അതായത് ഈ 2 ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫണ്ട്സ്. ടോട്ടൽ ഫണ്ടിൻ്റെ എമൗണ്ട് എത്രയാണ്? ഇത് 175 crore ഉണ്ട് ഇത്. അപ്പോൾ ഈ 175 crore ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എന്ത് കിട്ടും? ക്യാപിറ്റലൈസേഷൻ റേറ്റ് കിട്ടും. അതായത് വെയ്റ്റഡ് ആവറേജ് ആയിട്ടുള്ള റേറ്റ് കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പം ഒരു ഇതിന്ന് ഈ 175 നമ്മൾ ഏതെങ്കിലും ഒരു 10 ലക്ഷം എടുത്തായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അത് ഫസ്റ്റത്തെ ലോണിൽ നിന്നാണെന്നോ സെക്കൻഡത്തെ ലോണാണെന്നോ ഒന്നും നമുക്ക് ഏതെന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വെയ്റ്റഡ് ആവറേജ് ആയിട്ടുള്ള റേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് വെയ്റ്റഡ് ആവറേജ് ആയിട്ട് 12.86% എന്ന് കിട്ടും. ഇതൊരു അപ്രോക്സിമേറ്റ്ലി ഇത്രയാണ് വരുന്നത്. പിന്നെ ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. എങ്ങനെയാണ് ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 1/4/2021 എന്ത് ചെയ്തു? ഒരു 50 ലാക്ക് ഇൻകർ ചെയ്തു. പിന്നെ 1/7/2021 ഒരു 75 ലാക്ക് ഇൻകർ ചെയ്തു. അതുപോലെ തന്നെ 1/1/2022 25 ലാക്ക് ഇൻകർ ചെയ്തു. അതായത് ഇത്രയും എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് വന്നു. അതായത് 1/4 നമ്മളൊരു 50 ലാക്കിൻ്റെ ഫൗണ്ടേഷനോ അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് ആയിട്ട് വന്നു. പിന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. കൺസ്ട്രക്ട് ചെയ്യാൻ കല്ല്, അതുപോലെ തന്നെ സിമെൻറ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട് പിന്നീട് നമുക്ക് ഒരു 1/7 ഒരു 75 crore ആവശ്യം വന്നു. അതുപോലെ തന്നെ പിന്നെ 1/1/2022 എത്ര വന്നു? ഒരു 25 crore പിന്നെ ആവശ്യം വന്നു. അപ്പോൾ ഇങ്ങനെ ഈ എമൗണ്ട്, അതായത് ഇങ്ങനെ എക്സ്പെൻഡിച്ചറായിട്ട് വരുന്ന എമൗണ്ട് ഇൻറ്റു എന്ത് ചെയ്യുക? ആ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പം 12.86% ആണ് അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഇൻട്രസ്റ്റ്, അതിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇതാണ്. നെറ്റായിട്ട് ആ വെയ്റ്റഡ് ആവറേജ് നോക്കുമ്പോൾ ഇത്രയും ഇൻട്രസ്റ്റ് ആണ് അതിൻ്റെ മുകളിൽ വരുന്നത്. അത് ഇൻറ്റു എത്ര മന്ത്സാണോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്. അതായത് ഇതിപ്പോൾ നമ്മൾ 1/4/2021 എന്ത് ചെയ്യുന്നത്? 50 ലാക്ക് ഇൻകർ ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്ന ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നോക്കുക. ഇതിപ്പോൾ 31 March 2022 കംപ്ലീറ്റ് ആവുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതുവരെയുള്ള ഇൻട്രസ്റ്റ്, അതായത് എത്ര പീരീഡ് മുതൽ, ഇപ്പോൾ തുടങ്ങിയത് മുതൽ കംപ്ലീറ്റ് ആവുന്ന വരെയുള്ള പീരീഡിൽ എത്ര മന്ത്സ് ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ എത്ര മന്ത്സ് ഉണ്ട്? 1/4/2021 മുതൽ 31 March 2022 വരെ 12 മന്ത്സ് ഉണ്ട്. അപ്പോൾ 12 മന്ത്സിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് എടുക്കേണ്ടത്. 50 lakh × 12.86% ഇൻറ്റു 12 months ഇസ് ഈക്വൽ ടു 6.43 എന്ന് വരും ഫസ്റ്റ് കേസിൽ. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് 1/7 75 crores നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെൻഡിച്ചർ വന്നു. അത് എന്താണ്?
അതും ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഈ പീരീഡ് നോക്കുക, അതായത് എന്നാണ് ആ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. 1/7/2021 ആ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അതെന്ത് ചെയ്യുക, 31 March 2022 അത് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ അതുവരെയുള്ള പീരീഡ് എത്ര ഉണ്ടെന്ന് നോക്കുക. 9 months ആണുള്ളത്. അപ്പോൾ 9 monthsൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്യുക. അങ്ങനെയാണ് ഒരു ജനറൽ ബോറോയിങ്സ് വരുമ്പം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് എക്സ്പെൻഡിച്ചർ എത്രയാണ് വരുന്നത്, അത് എത്ര മന്ത്സാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്, അത്രയും മന്ത്സിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെന്ന് പറയുന്നത് 25 crore. അതും ഓരോന്നും നോക്കിയിട്ട് എത്ര മന്ത്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് ബോറോയിങ് കോസ്റ്റ് എലിജിബിൾ ഫോർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് മൂന്നിൻ്റെയും കൂടി സം ചെയ്ത് എമൗണ്ട്, അതായത് 14.46 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഈ കോൺസെപ്റ്റ് റെഡിയാണോ? ഇത് വെരി